കൊച്ചി കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് DMOയുടെ അന്വേഷണ റിപ്പോർട്ട്. പ്രസവത്തിലും ശിശു പരിചരണത്തിലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ട്. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുത്തു. യൂട്രസ് തിക്കായതുകൊണ്ട് അത് വികസിക്കാനായിട്ട് പാടായിരിക്കും, ഡയലേറ്റ് ആവാനായിട്ട് പാടാം. അത് എന്നിട്ട് ഞാനിത് പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. ഇവർ പുഷ് ചെയ്യാൻ പറയുമ്പോഴാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, എനിക്ക് പറ്റുന്നില്ല, പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കുറേ ഇരുന്ന് കരഞ്ഞിട്ടും അവർ പറ്റും അടുത്തത് പുഷിൽ ബേബി വരും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് അവർ കൺട്രോൾ ചെയ്ത് അവർക്ക് നോർമൽ ഡെലിവറി എങ്ങനെയെങ്കിലും ആക്കിയെടുക്കണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് വെണ്ണല സ്വദേശികളുടെ കുഞ്ഞു മരിച്ചത്. തുടക്കം മുതൽ പ്രസവം വരെയുള്ള സമയത്തെ ചികിത്സ നടത്തിയത് എറണാകുളം കളമശ്ശേരിക്കടുത്തുള്ള കിൻഡർ ആശുപത്രിയിലായിരുന്നു. എന്നാൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം പ്രസവത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായെന്ന് ദമ്പതികൾ പറഞ്ഞു. അതിനുശേഷം മതിയായ ചികിത്സ ഉറപ്പുവരുത്താൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ഞാൻ പറയുന്നുണ്ട്, മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അതെൻ്റെ കണ്ടീഷൻ്റെ ആണെന്ന് അവർ ഫയലൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഡോക്ടർ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സമയമാകുമ്പോൾ ബേബിയുടെ ഹെഡൊക്കെ അവർ കണ്ടുവരുമ്പോൾ മാത്രമാണ് ഡോക്ടറിനെ വിളിക്കുന്നത്. അതുവരെ നേഴ്സുമാരാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഹെഡ് കണ്ട് ചെന്നിട്ടാണെങ്കിൽ പോലും എൻ്റെ ബേബി പുറത്തേക്ക് വരുന്നില്ല. ഇവർ ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ ബേബിനെ ഡെലിവറി ആക്കിയെടുത്തത്. 4 മണിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ മെക്കോണിയം റിലീസായെന്ന് ഇവർ പറയുന്നത് ഞാൻ കേട്ടത്. 4 മണിക്ക് എനിക്ക് എപ്പിഡ്യൂറൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ ഞാൻ ക്ലോക്ക് ചെക്ക് ചെയ്ത് 4 മണിയായിരുന്നു. കുട്ടിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം കുട്ടിയെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ തയ്യാറായി. എറണാകുളത്തെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി മാറിയിരുന്നു. പിന്നീട് 7 ദിവസം ജീവൻ നിലനിർത്തുന്നതിനായി കഠിനമായി പരിശ്രമിച്ചെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല. കുഞ്ഞു മരിച്ചതിനെ തുടർന്ന് റൊമാരിയോ അലീന ദമ്പതികൾ ബാലാവകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. കമ്മീഷൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ DMOയോട് ആവശ്യപ്പെട്ടു. ജില്ലാ RCH ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്നത് ആശുപത്രിയിലെ കൊടിയ അനാസ്ഥയാണ്. പ്രസവത്തിലും ശിശുപരിചരണത്തിലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ട്. കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ 5.5 മണിക്കൂർ വൈകി. അതിനുശേഷം 2 മണിക്കൂറോളം കുഞ്ഞിന് നൽകിയത് പ്രവർത്തിക്കാത്ത വെന്റിലേറ്ററാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ആശുപത്രി രേഖകളിൽ പൊരുത്തക്കേടുണ്ടെന്നുള്ള ഗുരുതര പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. സിസേറിയൻ ഒഴിവാക്കിയതിൽ സംശയമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. കുട്ടിയുടെ മൃതദേഹവുമായി ഫെബ്രുവരി 26-ന് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രി ഉപരോധിച്ചിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.